ചോട്ടിലായി സ്വർഗം തീർത്തെന്ന് ചൊല്ലി റസൂലുള്ളാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅമാലിനാ. മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുദ്ലിൽഹു ഫലാ ഹാദിയ ലഹു. വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അർസലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. بسم الله الرحمن الرحيم. ومن يطع الله والرسول فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا. സ്നേഹാദരണീയരായ സഹോദരി സഹോദരന്മാരെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലയിലും പാലിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് ഉണർത്തുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിലേക്ക് സൗബാൻ റളിയല്ലാഹു തആല അൻഹു വളരെ ദുഃഖിതനായി കടന്നു വരുന്നതായി നമുക്ക് ഹദീസിൽ കാണാൻ കഴിയുന്നു. പ്രവാചകൻ സൗബാൻ റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിച്ചു, എന്താണ് നീ ഇത്രയും ദുഃഖത്തോടുകൂടി എൻ്റെ അടുത്ത് വരാനുള്ള കാരണം എന്ന് പ്രവാചകൻ ചോദിക്കുകയുണ്ടായി. സൗബാൻ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, പ്രവാചകരെ, ഇന്നക ല അഹബ്ബു ഇലയ്യ ബിനഫ്സി, ഞാൻ എന്നെക്കാൾ അങ്ങേയറ്റം അങ്ങയെ ഇഷ്ടപ്പെടുന്നു. അങ്ങയെ എപ്പോഴും കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട്. എന്നാൽ അങ്ങ് മരണപ്പെട്ടു കഴിഞ്ഞാൽ എനിക്കതിന് സാധിച്ചു കൊള്ളണമെന്നില്ല. കാരണം അങ്ങ് സ്വർഗത്തിലും ഞാൻ നരകത്തിലുമായിരിക്കും. അതല്ല, ഞാനിനി സ്വർഗത്തിൽ ആണെങ്കിൽ തന്നെ അങ്ങ് ഉന്നതമായ പദവിയിലായിരിക്കും. അപ്പോൾ ഞാൻ എങ്ങനെയാണ് പ്രവാചകരെ അങ്ങയെ കണ്ടുകൊണ്ടിരിക്കുക, എനിക്കെങ്ങനെയാണ് സാധിക്കുക എന്ന് സൗബാൻ റളിയല്ലാഹു തആല അൻഹു പ്രവാചകനോട് ചോദിച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്പനേരത്തേക്ക് ഒന്നും സംസാരിച്ചില്ല. പ്രവാചകന് വഹി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിൽ നിന്നുള്ള ദിവ്യബോധനം കേട്ടുകൊണ്ടിരിക്കുകയാണ് പ്രവാചകൻ. അല്പസമയത്തിന് ശേഷം പ്രവാചകൻ സൗബാനോട് പറയുന്നു, വമൻ യുതഇല്ലാഹ വറസൂല ومن يطع الله والرسول فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا. ആരാണ് അള്ളാഹുവിനെയും അവൻ്റെ പ്രവാചകനെയും അനുസരിക്കുന്നത്? ആരാണ് അള്ളാഹുവിനെയും അവൻ്റെ പ്രവാചകനെയും അനുസരിക്കുന്നത്? അങ്ങനെ അനുസരിക്കുന്നവൻ ആരാണോ അവൻ തീർച്ചയായും
അള്ളാഹു അവൻ്റെ പ്രവാചകൻ അള്ളാഹുവിനെയും അവൻ്റെ പ്രവാചകനെയും ആരാണോ അനുസരിക്കുന്നത് ആ അനുസരിക്കുന്നവർക്ക് തീർച്ചയായും അള്ളാഹു അനുഗ്രഹിച്ചവരായ പ്രവാചകന്മാരോടൊപ്പവും സിദ്ദീഖീങ്ങളോടൊപ്പവും ശുഹദാക്കളുടെയും സ്വാലിഹീങ്ങളുടെയും ഒപ്പം നാളെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. മാത്രവുമല്ല, വിശുദ്ധ ഖുർആൻ ആ ആയത്ത് അവസാനിപ്പിക്കുന്നത് വഹസുന ഉലൈക റഫീഖ, അവരെത്ര നല്ല കൂട്ടുകാരാണ്, അവർ എത്ര നല്ല ചങ്ങാതിമാരാണ് എന്ന് വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമർപ്പിച്ചവർ, മഹാനായ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അങ്ങേയറ്റം ഇഷ്ടപ്പെട്ടവർ, ആ ഇഷ്ടപ്പെട്ട ആളുകൾ തീർച്ചയായും നാളെ പടച്ചതമ്പുരാന്റെ അനുഗ്രഹം ലഭിച്ച പ്രവാചകന്മാരുടെ, നാളെ അള്ളാഹുവിൻ്റെ അനുഗ്രഹം ലഭിച്ച സുദ്ദീഖീങ്ങളുടെ കൂടെ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സർവസ്വവും സമർപ്പിച്ച ശുഹദാക്കളുടെയും, നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും വിശ്വസിക്കുകയും സൽക്കർമ്മം ചെയ്യുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്ത സ്വാലിഹീങ്ങളുടെ കൂടെ നാളെ തീർച്ചയായും അവർ സ്വർഗത്തിലായിരിക്കും എന്ന് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു തെര്യപ്പെടുത്തുന്നു. ഈ തരത്തിൽ പടച്ചതമ്പുരാനെയും അവൻ്റെ പ്രവാചകനെയും അനുസരിക്കുന്ന വിശ്വാസികളായി മാറാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നോക്കൂ, നിങ്ങൾ ഇസ്ലാമിക ചരിത്രത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്, അവർ സ്വന്തത്തെക്കാൾ, സഹാബാ കിറാമുകൾ സ്വന്തത്തെക്കാൾ അള്ളാഹുവിൻ്റെ പ്രവാചകനെ ഇഷ്ടപ്പെട്ടു എന്ന് നമുക്ക് കാണാൻ കഴിയും. നോക്കൂ നിങ്ങൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം, പ്രവാചകന്റെ വഫാത്തിന് ശേഷം ഖിലാഫത്ത് ഏറ്റെടുത്ത ഒന്നാം ഖലീഫയായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ബിലാൽ ഇബ്നു റവാഹ് എന്ന് പറയുന്ന ആദ്യത്തെ ബാങ്ക് വിളി, മുഅദ്ദിനായ ബാങ്ക് വിളിക്കാൻ പ്രവാചകൻ കൽപ്പിച്ച ബിലാൽ ഇബ്നു റവാഹ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭരണകാലത്ത് ഷാമിലേക്ക് താമസം മാറുകയാണ്. രണ്ടാം ഖലീഫ ഉമർ ഇബ്നു ഖത്താബ് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഷാം സന്ദർശിക്കാനിടയായി. ഷാമിലുള്ള ആളുകൾക്കൊരു താല്പര്യം, ഷാമിലുള്ള ആളുകൾ ആഗ്രഹിച്ചു, മഹാനായ ബിലാലിന്റെ ബാങ്ക് കേൾക്കാൻ അവർ ആഗ്രഹിച്ചു. പക്ഷേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം ബിലാൽ ബാങ്ക് വിളിച്ചിട്ടില്ല. ഉമർ ഇബ്നു ഖത്താബിനോട് ഷാമിലുള്ള ആളുകൾ പറഞ്ഞു, അമീറെ, നിങ്ങളൊന്ന് പറയണം, നിങ്ങളൊന്ന് ബിലാലിനോട് പറയണം, ഞങ്ങൾ ബിലാലിന്റെ ബാങ്ക് കേൾക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നു. ബിലാൽ റളിയല്ലാഹു തആല അൻഹു ഉമർ ഇബ്നു ഖത്താബ് പറഞ്ഞപ്പോൾ ബാങ്ക് കൊടുക്കാൻ തയ്യാറായി. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് ഹബീബായ പ്രവാചകന്റെ ആ നാമമെത്തിയപ്പോൾ, അള്ളാഹുവിന്റെ പ്രവാചകന്റെ ആ സ്മരണ അയവിറക്കുന്ന സന്ദർഭത്തിൽ ആ ബിലാൽ ഇബ്നു റവാഹ് റളിയല്ലാഹു തആല അൻഹുവിന് അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന പദത്തിനെ പൂർത്തീകരിക്കാൻ സാധിക്കുന്നില്ല എന്ന് ഇസ്ലാമിക ചരിത്രത്തെ നിഷ്പക്ഷമായി നോക്കിക്കാണുന്ന ആർക്കും അങ്ങനെ വായിക്കാൻ കഴിയും. നോക്കൂ നിങ്ങൾ, ഹബീബായ പ്രവാചകനെ അങ്ങേ അറ്റം ഇഷ്ടപ്പെട്ടതിൻ്റെ ഉദാഹരണമായി നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ അള്ളാഹുവിൻ്റെ പ്രവാചകനെ ഇഷ്ടപ്പെട്ടതനുസരിച്ച്, എന്തിനേറെ ചെറിയൊരു ഉദാഹരണം നോക്കൂ നിങ്ങൾ, ചെറിയൊരു ഉദാഹരണം പറയാം. നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന, പ്രവാചകൻ വിശദീകരിച്ചല്ലോ, നിങ്ങൾ ഭക്ഷണം കഴിക്കുന്ന സന്ദർഭത്തിൽ ആ ഭക്ഷണത്തിന്റെ ചെറിയ അവശിഷ്ടങ്ങൾ നിങ്ങളുടെ കൈകളിൽ പറ്റിപ്പിടിക്കുമ്പോൾ ആ കൈകൾ ഇങ്ങനെ നക്കിയെടുക്കണം എന്ന് പ്രവാചകന്റെ സുന്നത്താണ്. ആ സുന്നത്തിനെ, പ്രവാചകനെ ഇഷ്ടപ്പെടുന്ന വിശ്വാസികൾ എവിടെ നിന്ന് ഭക്ഷണം കഴിച്ചാലും, ആൾക്കൂട്ടത്തിലായിരുന്നാലും മാറി നിന്ന് തനിയെ കഴിച്ചിരുന്നാലും അതൊരു സുന്നത്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് കൃത്യമായി വൃത്തിയാക്കുവാൻ നമ്മൾ തയ്യാറാവാറുണ്ടോ? നമ്മളുടെ സ്റ്റാറ്റസ് കുറഞ്ഞു പോകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഏറ്റവും വലിയ സദസ്സുകളിൽ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾക്ക് അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ
ആ സുന്നത്തിനെ തഖ്ലീദ് ചെയ്യാൻ നമ്മൾക്ക് സാധിക്കുന്നില്ല. പിന്നെ ഈ വിശ്വാസികളായ ആളുകളെ പിന്നെ എങ്ങനെയാണ് നമ്മൾ അള്ളാഹുവിന്റെ പ്രവാചകനെ സ്വന്തത്തെക്കാൾ മറ്റ് എല്ലാറ്റിനേക്കാളും നമ്മൾ അള്ളാഹുവിന്റെ പ്രവാചകനെ എങ്ങനെ ഇഷ്ടപ്പെടും? പ്രവാചകൻ വിശദീകരിച്ചല്ലോ, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. മുത്തഫഖുൻ അലൈഹി ആയ ഹദീസിൽ പ്രവാചകൻ വിശദീകരിക്കുകയാണ്. എന്താണ് വിശദീകരിക്കുന്നത്? ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങളിൽ ആരും വിശ്വാസിയാവുകയില്ല കേട്ടോ, ഹത്താ അകൂന അഹബ്ബ ഇലയ്യ മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. നിങ്ങളുടെ മക്കളെക്കാളും നിങ്ങളുടെ മാതാപിതാക്കളെക്കാളും ലോകത്തുള്ള മറ്റെല്ലാത്തിനേക്കാളും നിങ്ങൾ എന്നെ ഇഷ്ടപ്പെടുന്നവരെ ഹത്താ അകൂന അഹബ്ബ ഇലയ്യ, നിങ്ങൾക്ക് ഞാനാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രിയങ്കരനായി മാറേണ്ടത്, ഏറ്റവും പ്രിയപ്പെട്ടവനായി നിങ്ങൾക്ക് ഞാനാണ് മാറേണ്ടത്. അങ്ങനെ ഞാനായി മാറുന്നത് വരെ, എന്നെ ഇഷ്ടപ്പെടുന്നത് വരെ ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങൾ വിശ്വാസികളാവുകയില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നു. ഈ രൂപത്തിലേക്ക് വിശ്വാസത്തിന്റെ കരുത്താർജിച്ചുകൊണ്ട് കടന്നു വരാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നോക്കൂ നിങ്ങൾ, ഇസ്ലാമിക മാനദണ്ഡത്തിൽ ഇസ്ലാമിന്റെ മാനം, ഇസ്ലാം പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതെന്റെ സഹോദരനാണെന്ന് പറയണമെങ്കിൽ, ഇതെന്റെ ഉമ്മയാണെന്ന് പറയണമെങ്കിൽ, ഇതെന്റെ പിതാവാണ്, ഇതെന്റെ മകനും മകളുമാണ്, എന്റെ സഹോദരനാണെന്ന് പറയണമെങ്കിൽ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ബന്ധത്തിന്റെ മാനദണ്ഡമായി കരുതുന്നത് വിശ്വാസമാണ്, ആദർശമാണ്. നോക്കൂ നിങ്ങൾ, മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം 950 വർഷക്കാലം തന്റെ പ്രബോധന ദൗത്യവുമായി മുന്നേറിയപ്പോൾ വിശുദ്ധ വേദഗ്രന്ഥം സൂറ അങ്കബൂത്തിൽ ആ കാര്യം വിശദീകരിക്കുന്നു. വഅർസൽനാ നൂഹൻ ഇലാ ഖൗമിഹി ഫലബിസ ഫീഹിം അൽഫ സനത്തിൻ ഇല്ലാ 50 ആമ. ഖുർആൻ ആ കാര്യം വിശദീകരിക്കുന്നു. 1050 വർഷം കുറയുമെന്ന പ്രയോഗത്തോടുകൂടി നൂഹിനെ നാം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അവന്റെ സമുദായത്തിലേക്ക് നാം അയക്കുകയുണ്ടായി. ഫലബിസ ഫീഹിം, എന്നിട്ട് അതിൽ പ്രബോധനം നടത്തിയത്, അവിടെ നിലക്കൊണ്ട ആ സമുദായത്തിൽ നിലക്കൊണ്ട കാലഘട്ടം അൽഫസനത്തിൻ ഇല്ലാ 50 ആമ, 950 വർഷക്കാലമാണ്. 950 വർഷക്കാലം പ്രബോധനം ചെയ്തപ്പോ സ്വന്തം ഭാര്യയെയും അതേപോലെ തന്നെ തന്റെ മകനായ കൻആനിനെയും വിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്താൻ മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് കഴിഞ്ഞിട്ടില്ല എന്ന് വളരെ കൃത്യമായി നമുക്ക് കാണാൻ കഴിയുന്നു. ഈ സന്ദർഭത്തിൽ വിശ്വാസികൾ മനസ്സിലാക്കേണ്ട കാര്യം, ശക്തമായ പ്രളയത്തിൽ അകപ്പെട്ടുകൊണ്ട്, ശക്തമായ പേമാരിയിൽ അകപ്പെട്ടുകൊണ്ട് തന്റെ മകൻ ഇങ്ങനെ ഒഴുക്കിൽപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മഹാനായ നൂഹ് നബി പറയുന്നു, അല്ലാഹുവേ, അതെന്റെ മകനാണ്, തന്റെ മകനതാ ശക്തമായ പേമാരിയിൽ അകപ്പെട്ടിരിക്കുകയാണ്, തന്റെ മകനെ രക്ഷപ്പെടുത്തണം എന്ന് പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ മറുപടി ഫഇന്നഹു ലൈസ മിൻ അഹ്ലിക യാ നൂഹ്, നൂഹേ, അത് നിന്റെ മകനല്ല എന്ന് പറയുന്നു. നമ്മൾ കടന്നു പോകുന്ന, നമ്മുടെ സ്കൂളിലേക്ക് പോകുന്ന, നമ്മുടെ റോഡിലൂടെ നടന്നു പോകുന്ന, നമ്മുടെ വീട്ടിൽ നമ്മോടൊപ്പം സഹവസിക്കുന്ന, നമ്മുടെ വീട്ടിൽ ജീവിക്കുന്ന തന്റെ മകനെ പറ്റിയോ മകളെ പറ്റിയോ ഭാര്യയെ പറ്റിയോ മറ്റ് ആരെ പറ്റിയായിരുന്നാലും അത് നിന്റെ മകനല്ല എന്ന് അയൽവാസി പറഞ്ഞാൽ, അത് നിന്റെ ഭാര്യയല്ല എന്ന് അയൽവാസി പറഞ്ഞാൽ, അത് നിന്റെ പിതാവും മാതാവുമല്ല എന്ന് അയൽവാസി പറഞ്ഞാൽ, ഒരു വിശ്വാസിയെ സംബന്ധിച്ച് എടുത്തോളം അത് അവൻ മാനസികമായി സംഘർഷങ്ങൾ ഉണ്ടാക്കുന്നതാണ്. എന്നാൽ ഈ ദുനിയാവിന്റെ ഈ മുഴുവൻ പ്രപഞ്ചത്തിനെയും സൃഷ്ടിച്ച സൃഷ്ടാവ് പറയുന്നു, അത് നിന്റെ മകനല്ല നൂഹേ, അവനെ നിന്നെ വിസ്മരിക്കണം. അപ്പം ഇസ്ലാം ഒരു ബന്ധത്തിന്റെ മാനദണ്ഡമായി കണക്കാക്കുന്നത് വിശ്വാസവും ആദർശവുമാണ്. ആ വിശ്വാസവും ആദർശവും ഉണ്ടാവണമെങ്കിൽ അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കണം. അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുന്ന വിശ്വാസികളായി മാറിയതിന്റെ ഒട്ടനവധി ചരിത്രങ്ങൾ നമുക്ക് കാണാൻ കഴിയും. മഹാനായ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കാൻ വേണ്ടി നമ്മൾ പല പ്രാവശ്യം കേട്ട കഥയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കാൻ വേണ്ടി മക്കയിൽ പ്രവാചകന്റെ വീട് വളയുകയാണ് ശത്രുക്കൾ. മക്കയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വീട് വളഞ്ഞ സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം ആ വീട്ടിൽ നിന്ന് വളരെ അതിവിദഗ്ധമായി കൊണ്ട് അള്ളാഹുവിന്റെ സഹായത്തോടുകൂടി പ്രവാചകൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ട് പ്രവാചകന്റെ കൂടെ സഞ്ചരിക്കാൻ സഹചാരിയായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു കൂടെയുണ്ടായിരുന്നു. അങ്ങനെ സൗർ ഗുഹയിൽ അഭയം തേടുകയാണ്. സൗർ ഗുഹയിലേക്ക് കാലെടുത്ത് വെക്കാൻ ശ്രദ്ധിച്ചപ്പോൾ ആദ്യമായി പ്രവാചകൻ കാലെടുത്ത് വെക്കാൻ സൗർ ഗുഹയിൽ അഭയം പ്രാപിക്കാൻ ശ്രമിക്കുകയാണ്. റഹീഖി മഖ്തൂമിന്റെ പേജ് 169
വളരെ കൃത്യമായി ആ കാര്യം വിശദീകരിക്കുന്നുണ്ട്. മഹാനായ പ്രവാചകനോട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഇദാ വല്ലാഹി അല്ലാഹു ആണ് കേട്ടോ, ലാ തദ്ഖുലുഹു നിങ്ങൾ ആദ്യം പ്രവേശിക്കരുതേ, നിങ്ങൾ പ്രവേശിക്കരുതേ, ഹത്താ അദ്ഖുലഹു ഞാൻ ആദ്യം പ്രവേശിക്കുന്നത് വരെ എന്ന് പറഞ്ഞാൽ പ്രവാചകരെ നിങ്ങൾ അങ്ങോട്ട് കടക്കരുത്, ഞാൻ ആദ്യം കടന്നുകൊള്ളാം. കാരണം എന്താണ്? ഹത്താ അദ്ഖുലഹു ഖബ്ലക് ഫഇൻ കാന ഫീഹി ശൈഉൻ അസാബനി ദൂനക് നിങ്ങൾ കടക്കുന്നതിന് മുമ്പ് ഞാൻ പ്രവേശിക്കാം പ്രവാചകരെ, താങ്കൾക്ക് ഒന്നും സംഭവിക്കരുത്. വല്ലതും സംഭവിക്കുകയാണെങ്കിൽ അത് എനിക്ക് പറ്റട്ടെ എന്ന് സ്വന്തം ജീവന് പോലും സ്വന്തം ജീവനേക്കാൾ ഹബീബായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇഷ്ടപ്പെടുന്നതിൻ്റെ ഏറ്റവും പ്രകടമായ ചിഹ്നമായി, ഏറ്റവും പ്രകടമായ അടയാളമായി ചരിത്രത്തിൽ എന്നും ശോഭയോടുകൂടി നിൽക്കുന്ന ചരിത്രമാണ് നമ്മൾ കാണേണ്ടത്. ഈ തരത്തിൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹാബാ കിറാമുകൾ ഇഷ്ടപ്പെട്ടതായി നമുക്ക് കാണാൻ കഴിയും. അള്ളാഹുവിനെയും അവൻ്റെ പ്രവാചകനെയും ജീവിതത്തിൽ ഇഷ്ടപ്പെടുവാനും അള്ളാഹുവും അവൻ്റെ പ്രവാചകനും എന്തൊരു കാര്യം പറഞ്ഞോ അത് മുഴുവനും ജീവിതത്തിൽ അന്വർത്ഥമാക്കുവാനും വിശ്വാസികൾ ശ്രമിക്കേണ്ടതുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിച്ചല്ലോ, തന്റെ സഹാബത്തിനോട് ആ കാര്യങ്ങൾ വിശദീകരിച്ചല്ലോ. ഇതാ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, വിശുദ്ധ ഖുർആനിന്റെ ആയത്തോതി കേൾപ്പിച്ചുകൊണ്ട് വമാ ആതാകുമുർ റസൂലു ഫഖുദു വമാ നഹാകും അൻഹു ഫൻതഹു നിങ്ങൾക്ക് എന്താണോ ഞാൻ കൊണ്ടുവന്നത് അത് നിങ്ങൾ സ്വീകരിക്കണം കേട്ടോ. വമാ നഹാകും നിങ്ങളോട് എന്തൊരു കാര്യമാണോ ഞാൻ വിരോധിച്ചത് നിങ്ങൾ അതിൽ നിന്ന് മാറി നിൽക്കണം, നിങ്ങൾ അതിൽ നിന്ന് വിട്ടുനിൽക്കണം എന്ന് മൊത്തത്തില് മുസ്ലിം സമൂഹത്തിനെ മുഴുവനും പഠിപ്പിക്കുകയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ തരത്തിലേക്ക് പടച്ചതമ്പുരാനെ വലുതാക്കണം, ഈ തരത്തിലേക്ക് അള്ളാഹുവിനെ വലുതാക്കണം, ഈ തരത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകനെ മറ്റ് എല്ലാറ്റിനേക്കാളും മറ്റ് ലോകത്തുള്ള സർവ്വചരാചരങ്ങളെക്കാളും ഇഷ്ടപ്പെട്ടവനായി മാറുമ്പോൾ ഈ ലോകത്തെ ജീവിതം നശ്വരമാണെന്നും പരലോകത്തെ ശാശ്വതമായ ജീവിതത്തിന് മുഴുവനും സമർപ്പിക്കാൻ വിശ്വാസികൾ തീർച്ചയായും സാധിക്കേണ്ടതുണ്ട്. ആ തരത്തിലേക്ക് ഉയർന്നു വരാൻ, ആ തരത്തിലേക്ക് കടന്നു വരാൻ വിശ്വാസികളായ ആളുകൾക്ക് സാധിക്കേണ്ടതുണ്ട്. ഒരുപാട് ചരിത്രങ്ങൾ മനസ്സിലാക്കിയവരാണ്. പടച്ചതമ്പുരാന്റെ മാർഗത്തിൽ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഹലാലായത് ഭക്ഷിക്കുവാൻ, ഹറാമിൽ നിന്ന് വിട്ടുനിൽക്കുവാൻ, ഹലാല് മാത്രം ഞങ്ങൾക്ക് മതി, ഹറാമ് ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന് സഹാബാക്കിറാമുകളുടെ ഭാര്യമാർ, സഹാബികളായ തങ്ങളുടെ ഭർത്താക്കന്മാർ എപ്പോഴെങ്കിലും ലഭിക്കുന്ന ജോലിക്ക് കടന്നു പോകുമ്പോൾ പട്ടിണി പാവങ്ങളായ ആ പ്രിയപ്പെട്ടവരായ വനിതകൾ അവരോട് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാ, ഞങ്ങൾ പട്ടിണി കിടക്കാൻ തയ്യാറാണ് കേട്ടോ, ഞങ്ങൾ വിശപ്പ് സഹിക്കാൻ തയ്യാറാണ് കേട്ടോ, പക്ഷേ നിങ്ങൾ ഹറാം ഞങ്ങൾക്ക് സമ്പാദിച്ചു കൊണ്ടുവരരുത്. ഇയ്യാക വകസ്ബിൽ ഹറാം വകുനാ നസ്ബിറു അലൽ ജൂഇ വല്ലർ വലാ നസ്ബിറു അലൻ നാർ. ഇതാ ഞങ്ങൾ പട്ടിണി കിടക്കാൻ തയ്യാറാണ്. ഒട്ടിയ വയറും വാടിയ മുഖവുമായി മാസങ്ങളോളം പട്ടിണി കിടക്കാൻ തയ്യാറായ ആ വിശ്വാസികളായ സഹാബാക്കിറാമുകളുടെ ഭാര്യമാർ പറയുന്നത്, ഞങ്ങൾക്ക് ഹറാമ് വേണ്ട കേട്ടോ, ഞങ്ങൾക്ക് ഹലാല് മതി, ഞങ്ങൾക്ക് നാളെ നരകം, മനുഷ്യരെയും കല്ലുകളെയും കത്തിക്കുന്ന ആ നരകത്തിൽ പ്രവേശിക്കാൻ ഞങ്ങൾക്ക് സാധിക്കുകയില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ഹറാമിന്റെ ഒരംശം പോലും ജീവിതത്തിൽ ആവശ്യമില്ല എന്ന് അവർ പറയാൻ കാരണം അല്ലാഹു അക്ബർ എന്ന പദത്തെ അവർ ജീവിതത്തിൽ പുലർത്തുകയാണ്. അല്ലാഹു അക്ബർ എന്ന പദത്തെ അവർ ജീവിച്ച് തീർക്കുകയാണ്. ഈ തരത്തിൽ വിശ്വാസികളായ നമ്മൾ നമ്മുടെ സംസാരത്തിലും, നമ്മുടെ ഡ്രസ്സിങ്ങിലും, നമ്മുടെ കുടുംബജീവിതത്തിലും, നമ്മുടെ അയൽപ്പക്ക ബന്ധങ്ങളിലും നമ്മൾ സാമൂഹ്യമായി ഇടപെടുമ്പോഴൊക്കെ തന്നെ അല്ലാഹു അക്ബർ, അല്ലാഹു വലിയവനാണ്. ആ അല്ലാഹുവിനെ വലുതാക്കുമ്പോൾ അവന്റെ പ്രവാചകനായ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എല്ലാറ്റിനേക്കാളും ഇഷ്ടപ്പെടുന്ന വിശ്വാസികളായി ആയി മാറുവാൻ വിശ്വാസികൾ എന്ന നിലയ്ക്ക് നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഉഹുദിന്റെ രണാങ്കണത്തിൽ നമുക്ക് കാണാൻ കഴിയും അള്ളാഹുവിന്റെ പ്രവാചകനെ ഉമ്മു അമ്മാറയെ സംബന്ധിച്ച് ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു. ഇതാ ആളെ തിരിച്ചറിയാതെ ഉഹുദ് യുദ്ധം കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ
പ്രവാചകന് പോലും തിരിച്ചറിയാൻ കഴിയാത്ത ആ തരത്തിൽ മുഖം മറച്ചുകൊണ്ട്, മുഖം മൂടി അണിഞ്ഞുകൊണ്ട് പ്രവാചകന് നേരെ വരുന്ന അമ്പുകളും കുന്തങ്ങളും തടയുവാൻ ഉമ്മു അമ്മാറയ്ക്ക് സാധിച്ചത് ഏകനായ സൃഷ്ടാവിന്റെ ആയത്തുകൾ ഓതിക്കേൾക്കുകയും അള്ളാഹുവിന്റെ പ്രവാചകനെ അങ്ങേയറ്റം സ്വന്തത്തെക്കാൾ ഇഷ്ടപ്പെട്ടുകൊണ്ട് ഉഹദിന്റെ രണാങ്കണത്തിൽ ഉമ്മു അമ്മാറ കടന്നു വന്നുകൊണ്ട് പ്രവാചകനെതിരെ വരുന്ന അമ്പുകളും കുന്തങ്ങളും തടഞ്ഞുകൊണ്ട് ഏകനായ സൃഷ്ടാവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്ന ചരിത്രം നമുക്ക് കാണാൻ കഴിയുന്നു. വിശ്വാസികളെ, ഏതെങ്കിലും ഒരു തരത്തിൽ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിനെയും അവന്റെ പ്രവാചകനെയും വലുതാക്കിയ കാരണത്താൽ നമുക്ക് ഒരു തുള്ളി രക്തം പൊടിയേണ്ടി വന്നിട്ടുണ്ടോ? അള്ളാഹുവിനെയും അവന്റെ പ്രവാചകനെയും അനുസരിച്ച കാരണത്താൽ എവിടെന്നെങ്കിലും തുറിച്ചുനോട്ടങ്ങളും കുറ്റപ്പെടുത്തലുകളും ആരോ അതേപോലെ തന്നെ ആക്ഷേപങ്ങൾ നമ്മൾ ഏൽക്കേണ്ടി വന്നിട്ടുണ്ടോ? ഇല്ല എന്നതാണ് മറുപടി. എന്നാൽ അള്ളാഹുവിനെയും അവന്റെ പ്രവാചകനെയും അനുസരിക്കുന്ന വിശ്വാസികൾ, ഏകനായ സൃഷ്ടാവിൽ സമർപ്പിക്കുന്ന വിശ്വാസികൾ, ആ വിശ്വാസികളായ ആളുകൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടേണ്ടതുണ്ട്. മനുഷ്യരുടെ പരാജയം പറഞ്ഞ കൂട്ടത്തിൽ വിശ്വാസികൾ ഏറ്റവും കൂടുതൽ ഏകനായ സൃഷ്ടാവിനെയാണ് ഇഷ്ടപ്പെടേണ്ടത്. ആ ഇഷ്ടപ്പെടുന്നതിലൂടെയാണ് അള്ളാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കാൻ സാധിക്കുകയുള്ളൂ. അള്ളാഹുവിന്റെ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചല്ലോ. ഈ പറഞ്ഞ സംഭവങ്ങൾ എടുത്ത് നമ്മൾ ഒരുപാട് ചരിത്രങ്ങൾ മനസ്സിലാക്കുകയുണ്ടായി. ഒരുപാട് ചരിത്രം അറിയുന്നവരാണ് നമ്മളൊക്കെ. ആ ചരിത്രത്തിന്റെ ഭാഗമാകുവാൻ, അത് ജീവിതത്തിൽ അവർ പാലിക്കുവാൻ അവർക്ക് സാധിച്ച, അവർക്ക് പ്രചോദനമായത് മൻ റളിയ ബില്ലാഹി റബ്ബ, ഏകനായ സർവശക്തനായ നാഥനെ റബ്ബായിക്കൊണ്ട് അവർ സ്വീകരിച്ചു എന്നതാണ്. മക്കീ സൂറകളിലൊക്കെ അധികവും റബ്ബ് എന്ന പ്രയോഗം നമുക്ക് കാണാൻ കഴിയും. റബ്ബ് എന്ന പ്രയോഗം അറബി ഭാഷയിൽ റബ്ബ എന്ന് പറഞ്ഞാൽ വളർത്തി സംരക്ഷിച്ചു എന്നാണ്. റബ്ബ് എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യവും വളരെ കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കുന്നവനാണ്. ആ റബ്ബിനെ രക്ഷിതാവായി കാണാൻ കഴിഞ്ഞിരുന്നു. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം മദീനയിൽ നിന്ന് കടന്നു വന്നുകൊണ്ട് ആ സന്ദർഭത്തിൽ പ്രവാചകനായി തെരഞ്ഞെടുക്കുന്ന, നമുക്കറിയാം ആ സംഭവം, വിശുദ്ധ ഖുർആൻ ആ കാര്യം വിശദീകരിക്കുന്നുണ്ട്. മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ഫറോവയുടെ കൊട്ടാരത്തിൽ പോയി ദീൻ പറയണം, പ്രബോധനം നടത്തണം. ഒരു പക്ഷേ വഖൂലാ ലഹു ഖൗലൻ ലയ്യിന, ഏറ്റവും മാന്യമായ, ഏറ്റവും നന്നായ സംസാരം ഫറോവയുടെ അടുത്തു പോയി പറയണമെന്ന് പറഞ്ഞപ്പോൾ ലേശം ബേജാറായ രംഗം വിശുദ്ധ ഖുർആൻ സൂറത്തു താഹയിൽ വിശദീകരിക്കുന്നുണ്ട്. അള്ളാഹു പറഞ്ഞു, നിങ്ങൾ ധൈര്യമായി പോയിക്കൊള്ളൂ, കാരണം ഞാൻ തീർച്ചയായും ഇന്നി അസ്മഉ വ അറ, ഞാൻ നിങ്ങളെ കാര്യം കാണുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. അള്ളാഹു റബ്ബ് എന്ന ആ അർത്ഥത്തെ അവർ മനസ്സിലാക്കുകയും രക്ഷിതാവ് രക്ഷപ്പെടുത്തുമെന്ന ഉത്തമ വിശ്വാസത്തോടുകൂടി പ്രയാസപ്പെട്ട് പേടിച്ചിരുന്ന ഫറോവയുടെ അടുത്ത് പോയി ദീൻ പ്രബോധനം ചെയ്യാൻ പ്രയാസപ്പെട്ടപ്പോൾ, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്, ഇന്നനി മഅകുമാ അസ്മഉ വ അറ, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്, ഞാൻ കാണും, വളരെ കൃത്യമായി കേൾക്കുമെന്ന് പറഞ്ഞപ്പോൾ റബ്ബിനെ തൃപ്തിപ്പെട്ട് അവർക്ക് ധൈര്യമായി. മൻ റളിയ ബില്ലാഹി റബ്ബ വബിൽ ഇസ്ലാമി ദീന വബി മുഹമ്മദിൻ നബിയ്യ. സഹാബാക്കിറാമുകൾ അള്ളാഹുവിനെ റബ്ബായി തൃപ്തിപ്പെട്ടു, പ്രവാചകനെ അള്ളാഹുവിൻ്റെ ദൂതനായി തൃപ്തിപ്പെടുകയാണ്. ഇസ്ലാം മതത്തെ ദീനായിക്കൊണ്ട് തൃപ്തിപ്പെട്ടുകൊണ്ട് ഞാനൊരു മുസ്ലിമാണ് എന്ന നിലയ്ക്ക് അഭിമാനമുള്ളവരായിരുന്നു അവർ. ആ തരത്തിൽ റബ്ബിനെ തൃപ്തിപ്പെട്ടുകൊണ്ട്, ദീനിനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് അള്ളാഹുവിൻ്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ പ്രവാചകനെയാണ് ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടേണ്ടവനാണ് എന്ന ഉത്തമമായ വിശ്വാസം. ഈ വിശ്വാസമാണ്, അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന വിശ്വാസമാണ് ഒരു മുസ്ലിമിനും ഒരു മുഅ്മിനിനും ഉണ്ടാവേണ്ടത്. ഇമാം അസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി തൻ്റെ ഗ്രന്ഥത്തിൽ മനുഷ്യരായ ആളുകളുടെ ചില ഈ സാഹചര്യത്തിലുള്ള കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. മനുഷ്യരായ ആളുകളുടെ പരാജയത്തിൻ്റെ കാരണം എന്താണ്? അവർ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നില്ല. യുഹിബ്ബൂനൽ ഖൽക വയൻസൗനൽ ഖാലിക. അവർ സൃഷ്ടികൾക്ക് വേണ്ടിയാണ്. നമ്മളൊരു ഡ്രസ്സ് എടുക്കുന്നു, നമുക്ക് വേണ്ടിയല്ല. നമ്മളൊരു വീടുണ്ടാക്കുന്നു, നമുക്ക് വേണ്ടിയല്ല. നമ്മളൊരു വാഹനം വാങ്ങുന്നു, നമുക്ക് വേണ്ടിയല്ല, മറ്റുള്ളവർക്ക് വേണ്ടി. അവനെന്ത് വിചാരിക്കും?
എന്തിനേറെ വിവാഹവേളയിൽ പോലും ദീനുള്ള മതബോധമുള്ള ഈമാനും വിശ്വാസവുമുള്ള പെണ്ണിനെ, സ്ത്രീയെ നിങ്ങൾ വിവാഹം കഴിക്കണം. ഫൽഫർ ബിദാത്തി ദീൻ, ആ ദീന് കൊണ്ട് വിജയിക്കണം എന്നാണ്. ലഫറ എന്ന് പറഞ്ഞാൽ വിജയിച്ചു. ഫൽഫർ നിങ്ങൾ വിജയിക്കണം. ബിദാത്തി ദീൻ തെരിബത്തിയതാക്ക. ജീവിതത്തിൽ കഷ്ടപ്പാടുണ്ടായാലും, ജീവിതത്തിൽ നിങ്ങളുടെ കയ്യിൽ മണ്ണ് പുരണ്ടാലും എന്ന് പറഞ്ഞാൽ, ജീവിതത്തിൽ തീഷ്ണമായ പരീക്ഷണങ്ങളിലൂടെ കടന്നു പോയാലും മതബോധമുള്ള പെണ്ണിനെയാണ് നിങ്ങൾ വിവാഹം കഴിക്കേണ്ടത് എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടുവരുന്നത് സാമ്പത്തിക സുസ്ഥിതിയും സൗന്ദര്യവും കുലമഹിമയും എല്ലാം ഒത്തിണങ്ങണം. കാരണം 4 ആള് കണ്ടാൽ മോശം എന്ന് പറയരുത്. അതാണ് ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിച്ചത്. യുഹിബ്ബൂനൽ ഖൽക, സൃഷ്ടികളെയാണ് ജനങ്ങൾ ഇഷ്ടപ്പെടുന്നത്. വയൻസൗനൽ ഖാലിക, സൃഷ്ടാവിനെ ഭയപ്പെടുന്നില്ല. ആളുകൾക്ക് വേണ്ടി ജനങ്ങൾ കാണുമ്പോൾ നമസ്കാരത്തിന് ഭയഭക്തി കൂടുന്നു. ജനങ്ങൾ കാണുമ്പോൾ ആളുകൾക്ക് നൽകാൻ തയ്യാറാവുന്നു. നൽകുന്നത് ആളുകൾ അറിയണമെന്നില്ല. അള്ളാഹു നൽകിയതാണ്, പടച്ച തമ്പുരാൻ നൽകിയതാണ്. വിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചതുപോലെ നിങ്ങൾ ചിലവഴിക്കേണ്ടത് നാം നിങ്ങൾക്ക് നൽകിയതിൽ നിന്നാണ്. വഅൻഫിഖൂ, നിങ്ങൾ ചിലവഴിക്കണം. നിങ്ങൾ വിശ്വാസികളായ ആളുകൾ നിങ്ങൾ ചിലവഴിക്കേണ്ടതുണ്ട്. അപ്പം അള്ളാഹു ചിലവഴിക്കണം എന്ന് പറയുമ്പോൾ, അള്ളാഹു നിങ്ങൾ നേർമാർഗത്തിൽ സഞ്ചരിക്കണം എന്ന് പറയുമ്പോൾ, അള്ളാഹു നിങ്ങൾ എന്നോട് ശുക്ർ ചെയ്യണം, നിങ്ങൾ നന്ദി കാണിക്കുന്ന അടിമകളാവണം, വലാ തക്ഫുറൂൻ, നിങ്ങൾ നന്ദികേട് കാണിക്കരുത് എന്ന് പറയുമ്പോൾ വിശ്വാസികളായ ആളുകൾ അള്ളാഹുവിനെ അല്ല ഇഷ്ടപ്പെടുന്നത്. യുഹിബ്ബൂനൽ ഖൽക, സൃഷ്ടികൾക്ക് വേണ്ടി മനുഷ്യൻ ഇങ്ങനെ വേഷം കെട്ടിക്കൊണ്ടിരിക്കുക, അഭിനയിക്കുകയാണ്, ജീവിക്കുകയല്ല. ഓരോ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ആളുകൾ ഇങ്ങനെ അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിന് അഭിനയിക്കുന്ന അടിമകളെ വേണ്ട. അള്ളാഹുവിന് അഭിനയിക്കുന്ന അടിമകളെ ആവശ്യമില്ല. അള്ളാഹുവിന് ആവശ്യം മുഖ്ലിസീങ്ങളായി ജീവിക്കുന്ന, വിനയാന്വിതരായി ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖീകളെയാണ് അള്ളാഹുവിന് ആവശ്യം. ഇന്നലിൽ മുത്തഖീന മഫാസ, ആ മുത്തഖീങ്ങൾക്കാണ് വിജയമുള്ളത്. ഞാൻ പറഞ്ഞു വന്നത് ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി തൻ്റെ ഗ്രന്ഥത്തിൽ സൂചിപ്പിക്കുന്നത് യുഹിബ്ബൂനൽ ഖൽക വയൻസൗനൽ ഖാലിക, സൃഷ്ടികളെ ഇഷ്ടപ്പെടുന്നു, സൃഷ്ടാവിനെ വിസ്മരിക്കുന്നു. യുഹിബ്ബൂന ദുനിയ, ദുനിയാവിന് വേണ്ടിയുള്ള മരണപ്പാച്ചിലാണ്. വയൻസൗനൽ ആഖിറ, പരലോകത്തേക്ക് അവർ ഒന്നും ഒരുക്കി വെക്കുന്നില്ല. യുഹിബ്ബൂനൽ ഖുസൂറ, മണിമേടകളാണ്, വലിയ സൗധങ്ങളാണ് ഇഷ്ടപ്പെടുന്നത്. വയൻസൗനൽ ഖുബൂർ, നാളെ ഒറ്റയ്ക്ക് കിടക്കുന്ന ആ ഖബർ അവർ ഇഷ്ടപ്പെടുന്നില്ല എന്ന് ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു. സത്യവിശ്വാസികളായ ആളുകളെ, ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്നതിൻ്റെ താല്പര്യം, ഈ ലോകത്ത് ജീവിക്കുന്ന സന്ദർഭത്തിൽ വിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചതുപോലെ നാളെ പരലോകത്ത് സ്വർഗപ്രവേശം ലഭിക്കണമെന്നാണ് നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം. നിങ്ങൾക്ക് ജീവിതവും മരണവും നാം നൽകിയിരിക്കുന്നത് ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ മുൽക്കിൽ ആ കാര്യം വിശദീകരിക്കുന്നുണ്ട്. നിങ്ങളിൽ ആരാണ് ഏറ്റവും നല്ല, ഹസന് എന്നല്ല പ്രയോഗിച്ചത്, അഹ്സൻ, ഏറ്റവും നല്ല പ്രവർത്തനം ആരാണ് നിർവഹിക്കുന്നത്, അവരാണ് നാളെ വിജയികളായി മാറുന്നത്. ജീവിതവും മരണവും വെച്ചത് ഏറ്റവും നല്ല പ്രവർത്തനം ആരാണ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാനാണ്. അങ്ങനെ നാളെ പ്രവാചകന്മാരുടെ കൂടെ, നാളെ സുദ്ദീഖീങ്ങളുടെ കൂടെ, നാളെ ശുഹദാക്കളുടെ കൂടെ, നാളെ സ്വാലിഹീങ്ങളുടെ കൂടെ, വഹസുന ഉലൈക റഫീഖ, അവരാണോ നല്ല കൂട്ടുകാർ എന്ന് ഖുർആൻ സൂചിപ്പിച്ച ആ കൂട്ടുകാരോടൊപ്പം സ്വർഗപ്രവേശം കരഗതമാവണമെങ്കിൽ, അത് സാധിക്കണമെങ്കിൽ ഞാനും നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ട്. അത് സാധിക്കണമെങ്കിൽ അള്ളാഹുവിനെയും അവൻ്റെ പ്രവാചകനെയും അനുസരിക്കണം. അള്ളാഹുവിനെ അനുസരിക്കണം, അവൻ്റെ പ്രവാചകനെ സ്വന്തത്തെക്കാൾ പ്രവാചകൻ അന്നബിയു, ആ പ്രവാചകൻ എങ്ങനെയാണ്? ആ പ്രവാചകൻ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഔലാ, തീർച്ചയായും അടുത്തവനാണ്, അടുത്ത ആളാണ് പ്രവാചകൻ. സ്വന്തം നഫ്സിനേക്കാൾ, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ശരീരത്തെക്കാൾ ഏറ്റവും അടുത്തവനാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്നു. അതുകൊണ്ട് വിശ്വാസികളായ ആളുകളെ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ വല്ലതും സമർപ്പിക്കാൻ മരണപ്പെട്ടു പോകുന്ന സന്ദർഭത്തിൽ നെറ്റിത്തടത്തിൽ വിയർപ്പായിക്കൊണ്ട് ദീനിൻ്റെ മാർഗത്തിൽ സമർപ്പിച്ചത് കൊണ്ട്, വിയർപ്പ് നിറഞ്ഞുകൊണ്ട് കവി സൂചിപ്പിച്ചതുപോലെ കടന്നു വന്നത് കരഞ്ഞുകൊണ്ടാണ്. കടന്നു വന്നത് ഇരു കരങ്ങളും കൂട്ടിപ്പിടിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ടാണ്. കൂടെയുള്ള ആളുകൾ
ഒരു കുട്ടി ജനിച്ചു എന്ന കാരണത്താൽ അവരെല്ലാവരും ചിരിച്ചിരുന്നു. അതുകൊണ്ട് നീ തിരിച്ചു പോകുമ്പോൾ നീ ജനിച്ചപ്പോൾ ചിരിച്ച സന്തോഷിച്ച ആളുകളെ മുഴുവനും കരയിപ്പിച്ചുകൊണ്ട് തിരിഞ്ഞു പോകണം എന്ന് കവി പറയുന്നു. അൻതല്ലദീ വലദത്ക ഉമ്മുക ബാകിയാ വന്നാസു ഹൗലക യളഹഖൂന സുറൂറാ ഫജ്ഹദ് ലിനഫ്സിക അൻ തകൂന ഇദാ ബകൗ വൽയൗമ മൗതിക ലാഹികം മസ്റൂറാ. കവി ആ കാര്യം വിശദീകരിക്കുന്നു. നിന്റെ ഉമ്മ പ്രസവിച്ചപ്പോൾ അൻതല്ലദീ വലദത്ക ഉമ്മുക ബാക്കിയ, നീ രണ്ട് കരങ്ങളും കൂട്ടിപ്പിടിച്ച് കരഞ്ഞിരുന്നു. വന്നാസു ഹൗലക യളഹഖൂന സുറൂറ, ചുറ്റിലുമുള്ള ആളുകൾ യളഹഖൂന സുറൂറ, സന്തോഷത്തോടു കൂടി ചിരിച്ചിരുന്നു. എന്നാൽ ഫജ്ഹദ് ലിനഫ്സിക അൻ തകൂന ഇദാ ബകൗ വൽയൗമ മൗതിക ലാഹികം മസ്റൂറാ, നീ മരിച്ചു പോകുമ്പോൾ അവരെ കരയിപ്പിച്ചുകൊണ്ട് സന്തോഷപൂർവ്വം ഈ ലോകത്തോട് വിട പറയുന്നവനായി മാറണം. അതിനുവേണ്ടി ഫജ്ഹദ്, നീ പരിശ്രമിക്കണം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ. അതുകൊണ്ട് സത്യവിശ്വാസികളായ ആളുകളെ ഈ സന്ദർഭത്തിൽ ഉണർത്തുവാനുള്ളത്, ഏകനായ സൃഷ്ടാവിനെയും പ്രവാചകനെയും അനുസരിക്കുന്ന അവസാന ശ്വാസം വരെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അടിയുറച്ച് നിൽക്കാൻ നമുക്ക് കഴിയണം. സർവശക്തനായ തമ്പുരാൻ അതിന് നമ്മൾക്കെല്ലാവർക്കും തൗഫീക്ക് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. വിശ്വാസികളായ സഹോദരീ സഹോദരന്മാരെ, നമ്മിൽ നിന്ന് അറിവില്ലായ്മ മൂലം വന്നുപോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ സർവശക്തനായ നാഥൻ നമുക്കെല്ലാവർക്കും വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. അല്ലാഹുവേ, മാരകമായ രോഗത്തിൽ ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. പടച്ചവനെ, മാരകമായ രോഗത്തിൽ നിന്നും പെട്ടെന്നുള്ള മരണത്തിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തിനെയും മുഴുവൻ ആളുകളെയും നീ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, മാരകമായ രോഗം നൽകിക്കൊണ്ട് ഞങ്ങളെ നീ പ്രയാസപ്പെടുത്തരുതേ തമ്പുരാനെ. അല്ലാഹുവേ, ദീനിൻ്റെ മാർഗത്തിൽ സജീവമായി പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ പണ്ഡിതന്മാർക്ക് ആയുരാരോഗ്യവും ആഫിയത്തും നീ പ്രദാനം ചെയ്യണേ തമ്പുരാനെ. അല്ലാഹുവേ, സാമ്പത്തികവും ശാരീരികവും മാനസികവുമായി പ്രയാസപ്പെടുന്ന സഹോദരീ സഹോദരന്മാരുടെ സകലമാന പ്രയാസവും നീ ദൂരീകരിച്ചു കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളോട് ദുആ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കണമെന്ന് പ്രത്യേകം വസീത്ത് ചെയ്ത ഞങ്ങളുടെ സഹോദരീ സഹോദരന്മാരുടെ സകലമാന മുറാദുകളും നീ ഹസിലാക്കി കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുമ്മ അഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിൽ ഹജാത്ത്. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം. സഹോദരന്മാരെ, ഒരു 2 മിനിറ്റ് കൂടി നിങ്ങൾ അവിടെ ഇരിക്കുന്ന ഒരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ